വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. നാം ഇതാ ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്ന്, മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളക്കണക്കിന് ആളുകളെ നരകത്തിലേക്ക് വേണ്ടി മാത്രമായി സൃഷ്ടിച്ചിരിക്കുന്നു. എന്താണ് അവരെ നരകത്തിലേക്ക് എത്തിച്ച കാര്യം? അല്ലാഹു പറയുന്നു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷേ അതുകൊണ്ട് അവർ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് ചെവികളുണ്ട്, പക്ഷേ അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ വേണ്ടി കൽപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല എന്ന്. അവർക്ക് കണ്ണുകളുണ്ട്, അതുകൊണ്ട് അവർക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, അവൻ കണ്ടു മനസ്സിലാക്കണമെന്ന് പറഞ്ഞ ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന വിജ്ഞാനങ്ങൾ, അത് അവർ കാണാൻ ശ്രമിക്കുന്നില്ല. അവർക്ക് ചെവികളുണ്ട്, അതുകൊണ്ട് അവർ ശബ്ദങ്ങൾ കേൾക്കുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ അവർ കേൾക്കുന്നില്ല. അത് അവരുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നില്ല. അവർ അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ഹൃദയമോ കേൾവിയോ കാഴ്ചയോ ഉപകാരപ്പെടുത്താത്തവരാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉലൈക കൽ അൻആം. ഈ പറയുന്ന കൂട്ടരുണ്ടല്ലോ, അവർ കന്നുകാലികളെ പോലെയാണ്. ബൽ ഹും അദൽ. അല്ല, അതിനേക്കാൾ വടികേടിലാണ് ഈ മനുഷ്യർ എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് കാഴ്ച നൽകിയിരിക്കുന്നത് അവൻ പറഞ്ഞ കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ്. അവൻ നമുക്ക് കേൾവി നൽകിയിരിക്കുന്നത് അല്ലാഹു കേൾക്കണമെന്ന് കൽപ്പിച്ച കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയാണ്. അവൻ നമുക്ക് ബുദ്ധിയും ഹൃദയവും നൽകിയിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ പറഞ്ഞ, പഠിക്കാൻ പറഞ്ഞ, അറിയാൻ പറഞ്ഞ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ്. ആ പറഞ്ഞ തിരിച്ചറിവില്ലാതെ കന്നുകാലികളെ പോലെ തിന്നുകയും കുടിക്കുകയും രമിക്കുകയും ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കുകയാണ് എങ്കിൽ, സഹോദരങ്ങളെ, നാം ചേർത്തി പറയുന്ന, നാം അഭിമാനത്തോടു കൂടി പറയുന്ന ഇസ്ലാം, അത് എന്തു മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ പ്രത്യേകതയാണ്.